ശ്രമിച്ചത് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളുണ്ടായിരിക്കേണ്ട സ്നേഹത്തിന്റെ എന്താ പറയുക, ഒരു നീതിഹൃദയം വെച്ചാണ്, ഈർപ്പതയെ വെച്ചാണ്, കുടുംബ ഭദ്രത തകർക്കുന്ന കാരണങ്ങളെ എല്ലാവരും പറഞ്ഞു ചെയ്യില്ല. കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. എന്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ അതിന്റെ ഓർഡർ പറഞ്ഞില്ല, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ദാമ്പത്യ സ്നേഹത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ദാമ്പത്യ സ്നേഹത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിക്കണം. നമ്മളെല്ലാവരും കല്യാണം കഴിയും. അത് വീട്ടുകാർ ആലോചിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നു, വീട്ടുകാർ കൊണ്ടുവരുന്നു, കല്യാണം കഴിയും. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ എന്തുമാത്രം പാടുപെടും നമുക്കൊക്കെ അറിയാം. വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ട്രെയിൻ ലൈസൻസ് നിങ്ങളെ സംബന്ധിച്ച് എന്തൊരു പാടാണ്. എന്താ ഒരു പാടുമില്ലാതെ ലൈസൻസ്, കല്യാണം കഴിക്കാൻ ലൈസൻസ്. അവൻ പറയും എന്റെ കല്യാണം ആലോചിക്കാൻ പോകുന്നതാണോ? പിന്നെ പെങ്കറ്റിനോട് ഒരു പെങ്കറ്റിന് ഇപ്പൊ വേണ്ടപ്പാ പറഞ്ഞാൽ പെട്ടെന്ന് പെങ്കണമെന്നല്ല. ഒരു ലൈസൻസ് ഇതിന് ആവശ്യമില്ല, ഒരു പഠനം ആവശ്യമില്ല, ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിക്കും. പക്ഷെ ഇന്ന് സഭകൾ മാറിച്ചിരിക്കുന്നു. പ്രീ മാരിറ്റൽ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. ചില മതസംഘടനകൾ പോസ്റ്റ് മാരിറ്റൽ കോഴ്സ് നടത്തുന്നു. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സംഘടനകൾ മുന്നേ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും. എന്താണ് സംഭവിക്കുന്നത്? ദാമ്പത്യ ജീവിതത്തിന്റെ പ്രമാണങ്ങൾ പഠിക്കുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യ സ്നേഹത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിക്കാതെ വെറുതെ രണ്ട് വ്യക്തികൾ സുപ്രഭാതത്തിൽ ഭാര്യയായി ഭർത്താവായി ജീവിതം ആരംഭിക്കുന്നു. അത് തകർച്ചയിലേക്ക് പോകുന്നു. ചില ദാമ്പത്യ പ്രമാണങ്ങൾ ഞാൻ ഞങ്ങളുടെ മുന്നിലേക്ക് 10 കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും. 1. ദാമ്പത്യ സ്നേഹത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. 1. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇല്ലാത്ത സ്നേഹത്തിന് തുല്യമാണ്. The love that is not expressed is equal to no love. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇല്ലാത്ത സ്നേഹത്തിന് തുല്യമാണ്. സ്നേഹമുണ്ട് എങ്കിൽ അത് ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ, രീതിയിൽ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിംഗ് ഭയങ്കര വഴക്കാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. സ്ത്രീയാണ് ഞാൻ വിളിച്ചത്. ഞാൻ വരാൻ പറഞ്ഞ ഡേറ്റും സമയത്ത് വന്നു കയറിയിരിക്കാൻ പറഞ്ഞില്ല. ഓക്കെ, പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ന്യായമായും ഭർത്താവിനോട് പറഞ്ഞു തുടങ്ങും. അത് ഞാനൊക്കെ ഡോക്ടറെ വിളിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഞാനായിക്കോട്ടെ, നിങ്ങൾ തുടങ്ങുന്ന മനുഷ്യൻ. ഞാനപ്പോ സാറിനെ വിളിച്ചെന്ന് പറഞ്ഞു, നിനക്ക് സാറിനെ കാണുന്ന പറഞ്ഞു, നീ തുടങ്ങും. അത് ശരി, നിങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നത് കേൾക്കാമായിരുന്നല്ലോ. നിങ്ങൾ തുടങ്ങുന്ന മനുഷ്യൻ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നെ, നിങ്ങൾ വഴക്ക് പിടിക്കാൻ വരെ എന്തുമാത്രം കാരണമുണ്ട്. അതിന്റെ കുറെ ഒരു കാരണം വേണം. ആര് തുടങ്ങണമെന്ന് തന്നെ ചൊല്ലി വഴക്ക് പിടിച്ചു. അവസാനം ഞാൻ ഒരു പരിഹാരം പറഞ്ഞു. ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി തുടങ്ങാൻ. ചേച്ചി തുടങ്ങിയത് ഞാൻ അതുപോലെ അഭിനയിച്ച് കാണിക്കും. എന്റെ ആക്ഷൻ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇതിനകത്ത് ആക്ഷനാണ് പറയാൻ. ഞാൻ ഒതുങ്ങി തുടങ്ങി. ചേച്ചി ആരംഭിക്കുകയാണ്. എല്ലാ ആക്ഷൻ കാണപ്പെട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം. സത്യമല്ല, ഇന്ന് എനിക്ക് തോന്നിട്ടില്ല ഇങ്ങനത്തെ സ്നേഹമാണ്. സത്യം പറഞ്ഞ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. ആ 13 നീളം മാത്രം എടുത്താൽ മതി. എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം. 13 വർഷമായി ലഭിക്കാതെ പോയ സ്നേഹത്തിന്റെ കണക്ക് ഒരു സ്ത്രീ പറയുന്നു. അപ്പൊ ഞാൻ ആ മനുഷ്യനെ ഒന്നിക്കുന്നു. എന്ത് പറയുന്നത്? നേരെ എന്റെ പൊന്നു സാറ്, എനിക്ക് തോന്നുന്നത് ലോകത്തിൽ 1 ലക്ഷം സ്നേഹം. ആ സ്ത്രീയുടെ എനിക്കൂടെ തോന്നുന്നത്, എനിക്കൂടെ തോന്നണ്ട സ്നേഹമാണോ?
ദാമ്പത്യ സ്നേഹത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇല്ലാത്ത സ്നേഹത്തിന് തുല്യമാണ്. ഞാൻ പറഞ്ഞത് സ്നേഹമുണ്ടെങ്കിൽ, ജീവിത പങ്കാളിയുടെ സ്നേഹമുണ്ടെങ്കിൽ അത് ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഭാഷയിൽ പ്രകടിപ്പിക്കുവാൻ ഭാര്യയ്ക്ക് സാധിക്കണം. ഭർത്താവ്